ഹലോ, മമ്മീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കുറുമേൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടാലോ. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ഒരു 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒരു കഷ്ണം കറുവപ്പട്ട, ഒരു 2 ഏലയ്ക്ക, 2 ഗ്രാമ്പൂ, ചെറിയൊരു കഷ്ണം കൽപ്പാസി ഇത്ര ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് കളറ് മാറി മുരിഞ്ഞു വന്നതിന് ശേഷം ഒരു 2 സവാള, അത്യാവശ്യം വലിയ 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില, ഒരു പച്ചമുളക് നീളത്തിൽ കീറിയത് ഇത്രയും ചേർത്ത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ വഴന്ന് വന്ന ഉള്ളിയിലേക്ക് ഒരു പഴുത്ത തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഈ തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/2 സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ മസാല ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ മസാലേൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഈ സമയത്ത് ഇനി മുളക് പൊടി ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത്രയും നന്നായിട്ടൊന്ന് വഴറ്റി മസാലേൻ്റെ പച്ച സ്മെല്ലെല്ലാം പോയി വന്നതിന് ശേഷം നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ചിക്കൻ എങ്ങനെ വേണമെങ്കിലും എടുത്തു കൊടുക്കാം. എല്ലുള്ള പീസാണ് ഇട്ട് കൊടുക്കാം. ഞാൻ ബോൺലെസ് ആണ് എടുത്തേക്കുന്നത്. ഇനി ഇത്രയായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒഴിക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു 3 സ്പൂണോളം തേങ്ങ ചിരണ്ടിയതിലേക്ക് ഒരു 1/4 സ്പൂണോളം പെരുംജീരകം, ഒരു 5-6 അണ്ടിപ്പരിപ്പ് ഇത്രയും ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പേസ്റ്റ് പരുവത്തിൽ ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഈ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഏകദേശം ഇതൊന്ന് വേവാൻ പാകത്തിന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം വെള്ളം. അപ്പോൾ ഒത്തിരി ചാറ് വേണ്ടവരാണെങ്കിൽ കുറച്ച് വെള്ളം അധികം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ആയതിന് ശേഷം നമുക്കിനി ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മൾ നേരത്തെ ഉള്ളിയിൽ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ അതും കൂടി ശ്രദ്ധിച്ചിട്ട് ഒരല്പം ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കുക്കർ മൂടി വെച്ച് ഒരു 2 വിസിലടിപ്പിച്ചെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അങ്ങനെ 2 വിസിലടിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കുറുമ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയും പൊറോട്ടേൻ്റെയും ഇടിയപ്പത്തിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണിത്. അപ്പോൾ തയ്യാറാക്കി നോക്കുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് പോവുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും ബൈ.